ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള. അപ്പോൾ ഇവിടെ വലുതാണെങ്കിൽ പകുതിയാണ് കേട്ടോ. ഇത് ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 1 എടുത്തിട്ടുള്ളത്. മീഡിയം ആയാലും നമുക്ക് പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ക്യാരറ്റാണ്. അപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു ടൈമിന് ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുകൊണ്ട് പിന്നെയാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുക്കാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് ടൈമിന് ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ക്യാരറ്റും പൊട്ടാറ്റും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് കേട്ടോ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു തേങ്ങ ഇതിൽ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഈ ഒരു തേങ്ങ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഇതാ രണ്ടും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഉടനെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്